തീർച്ചയായും ശ്രീത്ത്, നമുക്കറിയാം ഇറാന്റെ അടുത്ത സുഹൃത്ത് റഷ്യയാണ്. അവർ മറ്റൊരു യുദ്ധത്തിൽപ്പെട്ട് കിടക്കുന്നു. സിറിയയിലാകട്ടെ പ്രശ്നങ്ങളുണ്ട്. അവിടെ ഹിസ്ബുള്ളയുടെ തകർച്ച വലിയ ഘടകമാണ്. ഇറാൻ അത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും ദുർബലമാണ് എന്നുള്ള വ്യാഖ്യാനമുണ്ട്. പക്ഷേ അപ്പോഴും ഈ കരാറുകളുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ദുർബല രാജ്യത്തിൻ്റെ ഒരു പരിരക്ഷ, അവരുടെ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു പക്ഷേ ഇത്തരം ആണവായുധ സംവിധാനങ്ങളുണ്ട് എന്ന് കുറഞ്ഞ പക്ഷം ലോകത്തെ ബോധ്യപ്പെടുത്തുകയെങ്കിലും ആയിരിക്കും. അവിടെ ചില കരാറുകളിൽ അവരെ ബന്ധിപ്പിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം കൂടിയില്ലേ? ലോകത്തെ ശാക്തിക ചേരികൾക്ക് മാത്രം ആണവായുധങ്ങളാകാം, മറ്റാരും അത്തരം സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകരുത് എന്ന് പറയുന്നതിനകത്ത ഒരു ഇരട്ടത്താപ്പ് കൂടി ഇറാൻ പലപ്പോഴും ചോദ്യം ചെയ്ത് കണ്ടിട്ടുണ്ട്. അല്ല രഞ്ജിത്ത്, അതിൽ വളരെ കൃത്യമായിട്ട് ഈ IAEA എന്ന് പറയുന്ന ആറ്റമിക് ഏജൻസി ബോഡി അവര് ഇറാനോട് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് അവർ സൈൻ ചെയ്തിരിക്കുന്ന നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റി ഉണ്ട്. ആ ട്രീറ്റിയിൽ ആവശ്യപ്പെടുന്നതനുസരിച്ച് പൂർണ്ണമായിട്ട് സഹകരണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അത് ഇറാന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 6 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇല്ല എന്നുള്ളതാണ്. 2019 ശേഷം തുടർച്ചയായിട്ട് ഒരു സിഗ്നറ്ററി ആണെങ്കിൽ പോലും അവർ ഇതുമായി സഹകരിക്കുന്നില്ല. അപ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ്. രണ്ടാമത്തേത് സാങ്കേതികമായിട്ടുള്ള വിശദീകരണങ്ങൾ ഇവർ നൽകുക എന്നുള്ളതാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ ഏജൻസിയുടെ മുന്നിൽ വന്നിരിക്കുന്ന 3 സ്ഥലങ്ങൾ, ഈ 3 സ്ഥലങ്ങളിൽ ഇവർ ആണവ കേന്ദ്രങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, അവിടെ യുറേനിയം എൻറിച്ച്മെന്റ് നടക്കുന്നുണ്ടോ, അങ്ങനെയാണ് എങ്കിൽ അത് എന്ത് ആവശ്യത്തിനാണ്, സിവിലിയൻ ആവശ്യത്തിനാണോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണോ, ഈ കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടും ഈ ബോഡിക്ക് ഇവർ യാതൊരു വിധത്തിലുള്ള ഇൻഫർമേഷനും നൽകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവർ ചോദിക്കുന്ന ചില ടെക്നിക്കലായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ 2% മാത്രം യുറേനിയം എൻറിച്ച്മെന്റ് ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് പൊടുന്നനെ ഏതാനും ചില മാസങ്ങൾക്കകം അതിനെ പടിപടിയായി ഡെവലപ്പ് ചെയ്തിട്ട് ഇപ്പോൾ 60% പ്യൂരിറ്റിയിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 60% പ്യൂരിറ്റിയിലേക്ക് ഇത് എൻട്രി ചെയ്തിരിക്കുന്നത് പുറം ലോകത്തിനെ അറിയിക്കാതെ, അവരുടെ ഒരു ട്രീറ്റിയിൽ സൈൻ ചെയ്തിരിക്കുമ്പോൾ ആ ട്രീറ്റിയുടെ ഭാഗമായിരിക്കുന്ന ഏജൻസിയെ അറിയിക്കാതെ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഇറാൻ മറുപടി നൽകാനായിട്ട് അവർ തയ്യാറാകുന്നില്ല. അപ്പോൾ അതിന് മറുപടി പറയണം എന്നുള്ളതാണ് ഈ ബോഡി പറയുന്ന രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തേത് ഫെസിലിറ്റികളെ നോട്ടിഫൈ ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഫെസിലിറ്റികളെ നോട്ടിഫൈ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവർ കണ്ടെത്തിയിരിക്കുന്ന 3 സ്ഥലങ്ങളുണ്ട്. ഈ 3 സ്ഥലങ്ങളെ പറ്റി പറയുന്ന സമയത്ത് ഇപ്പോൾ ഫോർദോ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സ്ഥലത്ത് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. അത് ടെഹ്റാനിൽ നിന്ന് 100 കിലോമീറ്റർ ബാക്കിയാണ്, ഒരു ചെറിയ ഫെസിലിറ്റിയാണ്, അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഡിക്ലറേഷൻ പോലും ഇറാന്റേത് വരുന്നത് ഈ ഏജൻസി ഒരു തീരുമാനമെടുത്തതിന് ശേഷമാണ്. എന്ന് വെച്ചാൽ അതിന്റെ സിഗ്നറ്ററി ആയിരിക്കുന്ന ഒരു രാജ്യം ഇത് നേരത്തെ തന്നെ ഇവരെ അറിയിക്കേണ്ടതാണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇതിന്റെ കോഡ് 3.1 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3.1 പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ഇതിങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്വാൻസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പരിശോധനകൾക്ക് വിധേയമാക്കുക. അതിന്റെ ഇംപ്ലിമെന്റേഷൻ കോഡാണ് ഈ 3.1. അത് കംപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ സിഗ്നറ്ററി ആയിട്ട് അത് കംപ്ലൈ ചെയ്യാതെ അവർ ഇരിക്കുകയും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് 6 വർഷമായിട്ട് തുടർച്ചയായിട്ട് മറുപടികൾ ഇല്ലാതെ ഇരിക്കുകയും ചെയ്യുകയാണ്. ഇനിയിപ്പോൾ അടുത്ത നടപടി എന്താണ്? സ്വാഭാവികമായിട്ടും ഈ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാനുള്ളത് ഇത് UN സെക്യൂരിറ്റി കൗൺസിലിലേക്ക് പോകാനായിട്ട് ശുപാർശ കൊടുക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇറാന് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാകും. അന്താരാഷ്ട്ര രംഗത്ത് പല സാങ്ഷൻസ് അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ IAEA ബോഡി ഓഫ് ഗവർണൻസിന്റെ മീറ്റിംഗിലേക്ക് ഇത് വരുമ്പോൾ അതിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കേവലം 3 രാജ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ ഏറ്റവും വലിയ സുഹൃത്തായിട്ടുള്ള റഷ്യയാണ്. പക്ഷേ റഷ്യക്ക് മറ്റേതെങ്കിലും ഒരു കാരണത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഇപ്പൊ ഇറാനെ സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവർക്ക് ആദ്യം അവിടെ ഫിക്സ് ചെയ്യേണ്ടത് അവരുടെ പ്രോബ്ലമാണ്. അത് ഇതുവരെ തീർന്നിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. രണ്ടാമത്തെ രാജ്യം ചൈനയാണ്. ചൈന ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമോ? ഇസ്രായേൽ അപ്പുറത്തെ ചേരിയിൽ നിൽക്കുന്ന സമയത്ത് ചൈന കൂടി അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ യുദ്ധ സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്നും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവിടെ ഇൻവോൾവ് ചെയ്തേ മതിയാകൂ എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ട്രേഡുമായി ബന്ധപ്പെട്ട് മറ്റു താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റു വഴികളിലൂടെ അവരുദ്ദേശിക്കുന്നത് എന്താണോ അത് നേടാനായിട്ട് ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യക്ഷമായിട്ട് അവർ പങ്കുചേരാനുള്ള ഒരു സാധ്യതയില്ല. മൂന്നാമത്തെ രാജ്യം ബുർക്കിന ഫാസോയാണ്. എന്ന് വെച്ചാൽ ഈ 3 രാജ്യങ്ങളല്ലാതെ മറ്റു രാജ്യങ്ങളൊന്നും തന്നെ ഇവരെ പിന്തുണയ്ക്കുന്നില്ല. ഏതാണ്ട് 35 പേരുള്ള ഈ ഒരു ബോഡിയിൽ 19 രാജ്യങ്ങൾ ഇറാനെതിരായിട്ട് വോട്ട് ചെയ്തു. അപ്പൊ ഇത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന അമേരിക്ക, പിന്നെ UK, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ മാത്രമല്ല മറ്റ് രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് 19 പേര് ഇവരെ സപ്പോർട്ട് ചെയ്തപ്പോൾ 11 പേര് പിന്നെ വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. 3 പേര് മാത്രമേ ഇറാൻ ഓപ്പൺ സപ്പോർട്ട് വെച്ച് പറയാൻ വന്നുള്ളൂ. പക്ഷേ ഈ 3 രാജ്യങ്ങളും അവരെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും സഹായിക്കാനായിട്ടുള്ള ഒരു രീതിയിലല്ല, അങ്ങനത്തെ ഒരു പൊസിഷനിലല്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ അവരെ ആക്രമിച്ചു ഇസ്രായേൽ, അതിന് തിരിച്ചാക്രമിക്കുക എന്നതിനപ്പുറത്തേക്ക് ലോങ് ടൈമിൽ
ഇവരുടെ ഈ പ്ലാൻ ഇതേ രീതിയിൽ തന്നെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനും ഇതുവരെ അതിന് കിട്ടിയിരുന്ന വേഗം അവർക്ക് ഇനി തുടർന്ന് നിലനിർത്തുന്നതിനും ഒരുപക്ഷെ ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇറാന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഒന്നുകിൽ അവരെന്ത് ചെയ്യണം, ഈ ഒരു പദ്ധതിയിൽ നിന്ന് അവർ ബാക്കൗട്ട് ചെയ്തിട്ട് പോകേണ്ടി വരും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഒരു പൊളിറ്റിക്കൽ ട്രസ്റ്റ് ഇൻഡെക്സ് ഉണ്ട്, അതിൽ ഇറാൻ ഇപ്പോൾ തന്നെ ഏറ്റവും താഴെയാണ്. അത് വീണ്ടും താഴേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ രാജ്യങ്ങൾ അവർക്ക് നേരെ ഉപരോധവുമായിട്ട് വരും. അപ്പൊ അങ്ങനെ ഉപരോധവുമായി നിൽക്കുന്ന സമയത്ത് ഈ മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്ത് രാജ്യങ്ങളുമായി മാത്രം ട്രേഡിലേക്ക് പോവുകയോ മറ്റു തരത്തിലുള്ള ഇടപാടുകളും പോയിക്കൊണ്ട് ഒരു രാജ്യത്തിന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് വിശാലമായിട്ടുള്ള ട്രേഡിനാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ തന്നെ ഒരു ഓപ്പൺ വിൻഡോ എല്ലാ രാജ്യങ്ങളുമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിനെ ലിമിറ്റ് ചെയ്തതിനു ശേഷം ഈ കരാറിനെ കംപ്ലൈ ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്ന രീതിയിൽ മാത്രവും എവിടെയെങ്കിലും അവർക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാനായിട്ട്, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രാജ്യങ്ങൾക്ക് മാത്രമല്ലല്ലോ ഞങ്ങൾക്കും ഈ ശേഷിയൊക്കെ വേണ്ടേ എന്നുള്ള ചോദ്യങ്ങൾ അപ്രോപ്രിയേറ്റ് ഫോറങ്ങളിൽ ഉയർത്തുക എന്നതിനപ്പുറത്തേക്ക് അവരുടെ ഈ ന്യൂക്ലിയർ ഡെവലപ്മെന്റ് പ്ലാൻ അത് മുന്നോട്ട് പോകും, പുതിയ സെൻട്രിഫ്യൂജുകളൊക്കെ വരുന്നു എന്നൊക്കെ ഇവർ പറയുമെങ്കിലും അത് മെല്ലെ പോകാനുള്ള സാധ്യതയാണ് റിയലിസ്റ്റിക്കലി ഗ്രൗണ്ടിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ സജിമോൻ ആന്റണി, താങ്കൾ പറഞ്ഞതുപോലെ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകില്ല എങ്കിൽ പോലും ഇറാൻ ആദ്യം മുന്നറിയിപ്പ് നൽകിയത് ട്രംപാണ്. ഇപ്പോൾ ആക്രമണത്തിന് ശേഷവും ട്രംപ് ഇറാനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ പിന്മാറണം, കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന തരത്തിൽ. കൃത്യമായി തന്നെ ഇത്തരം ഈ അമേരിക്കയുടെ നിരീക്ഷണങ്ങളും അമേരിക്കയുടെ വളരെ ശക്തമായ പിന്തുണയും അമേരിക്ക തന്നെ മുൻകൈയെടുത്തുള്ള ഒരു ആക്രമണം എന്ന തലത്തിൽ തന്നെയാണ് ഇതിനെ കാണേണ്ടത്. അതിനകത്ത് മറുചോദ്യമൊന്നുമില്ലല്ലോ. കാരണം ഏറ്റവും കൂടുതൽ സംവിധാനങ്ങൾ ഇസ്രായേൽ നൽകുന്നത് അമേരിക്കയാണ്. ഈ വിഷയത്തിൽ